ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ ഞാൻ സാധാരണ ഫുഡൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ട്രെയിനിൽ ഫുഡിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ വർഷങ്ങളായി യാത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ ഫുഡ് കയ്യിലെടുക്കും. അപ്പോൾ നമ്മുടെ നല്ല ലെമൺ റൈസും ചിക്കൻ പൊരിച്ചതും മോര് കാച്ചിയതും തക്കാളി ചട്നിയൊക്കെ ആട്ടോ നമ്മൾ എടുക്കാറ്. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാം നല്ല തണുക്കണം കേട്ടോ. എന്നിട്ടേ നമുക്ക് പാക്ക് ചെയ്യാവൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം പാക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ ആയി നമ്മളിതാ സ്റ്റേഷനിലെത്തിട്ടോ. സ്റ്റേഷനിലെത്തിയപ്പം രാവിലെ ആയിരുന്നു ട്രെയിൻ. രാവിലെ കുറച്ച് അരമണിക്കൂർ ലേറ്റായി. അപ്പോൾ പിന്നെ നമ്മുടെ ഒരുപാട് ലഗേജ് ഉണ്ടാവും കേട്ടോ. നാട്ടിൽ നിന്ന് പോരുമ്പം ഇഷ്ടം പോലെ ലഗേജ് ഉണ്ടാവും. തേങ്ങയും മാങ്ങയും മുളക് പൊടി എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പം മോൻ എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞു. ഇപ്രാവശ്യം മോനും ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനും വെക്കേഷനായി. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് കേട്ടോ. അപ്പം പിള്ളേർക്ക് സമയം പോകാൻ ഗെയിമും ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകുന്നു കേട്ടോ. എനിക്ക് കുറേ ഇങ്ങനെ തണുപ്പടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങളിങ്ങനെ കുറേ എന്ന് കയറിയാൽ പിറ്റേ ദിവസം എത്തും എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ പോകുമ്പോൾ നല്ല പച്ചപ്പും നല്ല അടിപൊളി സീനറിയൊക്കെ കാണാമല്ലോ. നമ്മളെ എന്താ പറയുക, കേരളം വിടുമ്പോഴാണ് നമുക്ക് നല്ല ഉണങ്ങിയ സ്ഥലങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും നമ്മുടെ ലെമൺ റൈസും തക്കാളി ചട്നിയും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നും ആവില്ല കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കും അയ്യോ ട്രെയിനിൽ ഇത്രയും ദിവസം ഫുഡൊക്കെ എടുക്കുമ്പോൾ ചീത്തയാവില്ലേ. അങ്ങനെ ഒന്നും ആവില്ല. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ലെമൺ റൈസ്, പുളിയോദര അതൊക്കെ നമുക്ക് ഉണ്ടാക്കി ട്രെയിനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ പുലർച്ചയ്ക്ക് കേട്ടോ എത്തിയത്. പുലർച്ചയ്ക്ക് ഒരു 5 മണിയൊക്കെ ആയി ഞങ്ങൾ എത്തിയപ്പെട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ കാറായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വാസസ്ഥലത്ത് എത്തി കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ മക്കൾക്ക് സന്തോഷമായി. കുറേ ആയില്ലേ 2-3 മാസം നാട്ടിൽ നിന്നിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മക്കൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നാലും വേണ്ടിയില്ല, നമ്മൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. അതുകൊണ്ട് നമ്മൾ മെല്ലെ പോകുന്നതാണ്. അങ്ങനെ നമ്മളുടെ വീട്ടിൽ എത്തി തുടങ്ങി കേട്ടോ. അപ്പം വീട്ടിലൊക്കെ എത്തിയ സമയത്ത് പിന്നെ നേരം വെളുത്ത് 5 മണിയൊക്കെ ആകുമ്പോൾ 5-5:30 പറഞ്ഞാൽ തന്നെ ഇവിടെ നേരം വെളുക്കും കേട്ടോ ഏകദേശം. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞു. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ കെട്ടി അഴിച്ച് നോക്കണമല്ലോ. പിന്നെ ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് വെച്ച് പിന്നെ ഉറക്കക്ഷീണം നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാ ബാഗുകളൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കി പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ചു കേട്ടോ. 5 മണി കേട്ടോ. ഇത് 5-5:30 ഉള്ളിലുള്ളൊരു സമയമാണ്. അപ്പോഴേക്ക് നേരം വെളുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കണ്ടപ്പം എന്തോ ഒരു ഇതും തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചായ കുടിച്ചപ്പോൾ തന്നെ നമുക്ക് ട്രെയിനിലെ ചായ എന്നാണ് എന്തോ ഒരു വാട്ടച്ചായയല്ലേ. അപ്പോൾ എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി. ചെടിയൊക്കെ ഉണങ്ങിപ്പോയി. എന്താ ചെയ്യുക, എല്ലാം അത്രയ്ക്കും ചൂടായിരുന്നു കേട്ടോ. ആ ചൂടുകൊണ്ട് എല്ലാം ഉണങ്ങിപ്പോയി. ഇനി രണ്ടാമത് ഉണ്ടാക്കണം. വഴുതനയും ഒക്കെ ഉണ്ടായിരുന്നു. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ മുളച്ച് വരണം അതിൽ നിന്നിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ അതിനൊക്കെ വേഗം എന്താ പറയുക നോക്കി എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എവിടെ റെസ്റ്റൊന്നും നടത്തുന്നുണ്ടായില്ലേ. പിന്നെ ചേട്ടൻ ആദ്യമേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീടൊക്കെ വൃത്തിയാണ്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയായിരിക്കും. നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ അത് വൃത്തിയാക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും പിന്നെ മേമ തന്ന അച്ചാറാട്ടത്. മേമ തന്ന അച്ചാറ്, പിന്നെ ഞാൻ അവിടുന്ന് വേറെ അച്ചാറുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചിപ്സ്, പപ്പടം, മോര്, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കട്ടിമോരൊക്കെ അല്ലേ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ഏട്ടനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് തുറന്ന് പുറത്തൊക്കെ വെച്ച് ഒന്ന് മാറ്റി വെച്ചത് കേട്ടോ. ഈ കട്ടിമോരൊക്കെ ഇവിടെ കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ വറുത്തത് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റി സെപ്പറേറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. പിന്നെ ബേക്കറി വാങ്ങിക്കും. അത് നമ്മുടെ ഫ്രണ്ട്സിനും ഓഫീസിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷുഗർ സീരേൻ്റെ 3-4 കൊമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതും കൊണ്ടാണ് ഞാൻ പോണത്. അത് വേഗം ഞാൻ വന്നിട്ട് വേഗം കുഴിച്ചിട്ടിട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് കൊണ്ടുവന്നതാണ്. ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ ചിക്രുമാനീസ് എന്ന് പറഞ്ഞൊരു ചീര ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ. അത് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ വിചാരിച്ച് ഞാനൊരു കഷ്ണം കൊണ്ടുവന്നതാട്ടോ. എന്താ അറിയില്ല, പിടിക്കുകയായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ നമുക്ക് പിള്ളേർക്ക് പുറത്തത്തെ ഫുഡ് കഴിക്കാൻ പോയതാട്ടോ.